നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് Realme X2 PRO എന്ന് പറയുന്ന ഈ ഡിവൈസിൻ്റെ ചാർജിങ് ടെസ്റ്റാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ധാരാളം പേര് പറഞ്ഞു ചാർജിങ്ങിന് 50 വാട്ട്സ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു, എന്നാൽ ചാർജ് ചെയ്യുന്ന സീനൊന്നും കാണിച്ചില്ല എന്ന്. മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാർജിങ് ടെസ്റ്റായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല സ്നാപ്പി പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് ഐഡിയും തമ്മിലുള്ള ഒരു കോംബോ, അതും ഒരു കിടിലൻ സംഭവമാണ്. ഫോൺ എടുക്കുമ്പോഴേ ഡിസ്പ്ലേ വെയ്ക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യും. ഇതിന്റെ 4000 mAh ബാറ്ററി 1 ഡേ സൂപ്പർ ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററിയാണ്. പിന്നെയാണ് ഇതിന്റെ മേജർ ഹൈലൈറ്റ് 50 വാട്ട്സ് സൂപ്പർ വൂക്ക് ചാർജിങ്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോൺ എന്നുള്ള പേരാണ് Realme X2 PRO നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് എത്ര നേരം കൊണ്ടാണ് ചാർജ് ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാം. ചാർജിങ് ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് എന്ന ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഫുള്ള് ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. ഡ്രെയിൻ ചെയ്ത് തീർത്തതിന് ശേഷം നമുക്കിത് 0 to 100 ചാർജ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. 1% ചാർജിലാണ് ഓൾറെഡി നിൽക്കുന്നത്. നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. ടൈമർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. ഓക്കെ, ഫോൺ ബൂട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഈ ഫോണിൽ ഞാൻ ജിയോ 4G സിം കാർഡ് ഇട്ടിട്ടുണ്ട്. നെറ്റ്വർക്ക് എനേബിൾഡ് ആണ്. പിന്നെ വൈഫൈയും എനേബിൾഡ് ആണ്. ഫോൺ സ്റ്റാർട്ടായപ്പോൾ തന്നെ 4% ഓൾറെഡി ചാർജ് ആയി കഴിഞ്ഞു. നമുക്ക് സൂപ്പർ വൂക്ക് എന്നുള്ള ആനിമേഷനൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ എത്ര % എത്തിയെന്ന് നോക്കാം. 2 മിനിറ്റ് എത്തുമ്പോഴത്തേക്ക് ഫോൺ 9% ചാർജാണ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് 5 മിനിറ്റ് ആകുമ്പം എത്ര ചാർജ് കയറുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ അതേ 21% ചാർജാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററി ചൂടാകുന്നുണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 39.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം എത്ര % ചാർജായി എന്ന് ചെക്ക് ചെയ്യാം. ഇതാ 10 മിനിറ്റ് ആകാൻ പോണു. ഞാൻ ഫോൺ വെയിറ്റ് ചെയ്യാൻ പോവാണ്. 38% ആണ് ഇപ്പോൾ ചാർജ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ 10 മിനിറ്റിൽ എത്ര ടെമ്പറേച്ചർ കയറിയെന്ന് നോക്കാം. 40.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. 39.1 നിന്ന് 40.3 എത്തിയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് കഴിയുമ്പം എത്ര ചാർജ് % എത്തുമെന്നാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 15 മിനിറ്റ് ആയി. 54% ചാർജാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. 40.8 ഡിഗ്രിയാണ്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 20 മിനിറ്റ്സ് പാസ് ചെയ്തപ്പോഴത്തേക്ക് 67% ആണ് ചാർജ് കയറിയത്. 40.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ബാറ്ററി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. ഓക്കെ, 25 മിനിറ്റ്സ് ആയി. ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 79% ആണ്. ഇപ്പോൾ 80% ആയി. ഫോണിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 40.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 30 മിനിറ്റ്സ് ആയി. പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 92% ആണ് ചാർജ് എത്തിയിരിക്കുന്നത്. 40.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ബാറ്ററി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അധികം ഇല്ല, നമ്മൾ ഉടനെ തന്നെ 100% ചാർജ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സമയം കറക്റ്റ് എടുക്കുമെന്ന്. ഇതാ എത്താറായി. 99.9 100. 33 മിനിറ്റ്സ് 34 സെക്കൻഡ് മാത്രമാണ് 0 to 100 ചാർജിനെടുത്തത്. കമ്പനി അവകാശപ്പെടുന്നത് 35 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ വൂക്ക് ചാർജിങ് എന്ന് പറയുന്നത് ഒരു കിടിലൻ സംഭവമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാം ഫോൺ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണല്ലേ. കുറച്ച് നേരം കുത്തിയിട്ടിട്ട് നമ്മൾ പിന്നെയും വന്ന് ഫോൺ എടുത്ത് നോക്കും എത്രയായി എന്ന്. ഇതുകൂടാതെ ഞാൻ ഇൻറ്റൻസ് ഗെയിം പ്ലേയിലും ചാർജിങ് ട്രൈ ചെയ്ത് നോക്കി. ഗെയിമിംഗ് പെർഫോമൻസിലും നല്ല ഉഗ്രനായിട്ട് തന്നെയാണ് ചാർജിങ് കേപ്പബിലിറ്റി പുറത്ത് വന്നത്. 15%ലാണ് ഞാൻ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തത്. കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 15%-ൽ നിന്ന് 26% ആയി മൊബൈലിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പിന്നെയും കളിച്ചുകൊണ്ടിരുന്നു. 10 മിനിറ്റ്സ് ആയപ്പോൾ ഒന്നുകൂടെയും ചെക്ക് ചെയ്തു. 38% ആയി.
ഫോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് വരെ സൂപ്പർ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് തന്നെയാണ് Realme X2 PRO എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്ര സ്പീഡിൽ ചാർജ് ആകുന്ന ഒരു ഡിവൈസ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വെറും 33 മിനിറ്റാണ് എടുത്തത് ഈ ഡിവൈസ് 0 to 100% ചാർജ് ആകാൻ. നിങ്ങൾ തീർച്ചയായും ആശ്ചര്യപ്പെട്ടിരിക്കാതിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഡിവൈസ് ചാർജ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു, എൻ്റെ വീട്ടുകാരെ കാണിച്ചു. എല്ലാവരും അതിശയിച്ചിരിക്കുകയാണ്. റിയൽമി ഇങ്ങനെ ഒരു ഫീച്ചർ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചതിന് ഒരു എന്താ പറയുക സ്പെഷ്യൽ അംഗീകാരം ഇവർ അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ധാരാളം ഡിവൈസസ് ഇതിലും ഫാസ്റ്റർ കേപ്പബിലിറ്റീസ് ആയിട്ട് കടന്നു വരും. അപ്പോൾ താമസിയാതെ തന്നെ ഒപ്പോയുടെ ഒരു ഡിവൈസ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. അത് നെക്സ്റ്റ് മന്താണ് ലോഞ്ച് ആകാൻ പോകുന്നത്. ഇനി അതുകൂടാതെ അടുത്ത വർഷം ഷവോമിയുടെ 100 വാട്ട്സ് ചാർജിങ് വരുന്നതിനെ പറ്റി കേൾക്കുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ട്വിറ്ററിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആണെന്ന് തന്നെ പറയാം. ഇനിയും ധാരാളം ഡിവൈസസ് വരാനിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ഫോൺ കുത്തിയിടുമായിരുന്നു, ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 35 മിനിറ്റ്സ് ചാർജിങ് കാണുമ്പോൾ തന്നെ ആഹാ എന്തൊരു കുളിര് കോരുന്ന പരിപാടിയാണ്. നമ്മുടെ ആ ഓരോ പെർസെൻറ്റേജ് ഇങ്ങനെ കയറി പോകുന്ന കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക സങ്കടമാണ്. ഇപ്പോൾ ഐഫോൺ ചാർജ് ചെയ്യാനിട്ടാലും അല്ലെങ്കിൽ നോട്ട് 25 വാട്ട്സ് ചാർജറാണ് ഇൻബിൽറ്റ് വരുന്നത്. എന്നാൽ പോലും ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഏകദേശം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടി. പിന്നെ സാംസങ്ങിൻ്റെ 45 വാട്ട്സ് ചാർജർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും പിന്നീടില്ല. അപ്പോൾ ഇത്രയാണ് Realme X2 PROയുടെ ചാർജിങ് ടെസ്റ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മലയാളം ടെക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്ര ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.